ഞാനിപ്പോൾ ഇവിടുത്തെ 29-ൻ്റെ അന്നാണ് ഞാൻ ഇവിടേക്ക് പോയത് ദുബായിക്ക് പോയത്. ഇവിടെ നോമ്പില്ല. അവിടെ ചെന്നപ്പോൾ നോമ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ നോമ്പുകാരെ മാതിരിയാവും. പക്ഷെ എനിക്ക് നോമ്പ് ഇവിടുന്ന് ഞാൻ നോമ്പെന്നെങ്കിൽ ഞാൻ ഗൾഫിൽ എത്തും. അവിടെ ഏതായാലും നോമ്പാണെന്ന് വിചാരിച്ച് ഇവിടെ നിയ്യത്ത് ചെയ്താൽ പറ്റൂല. അതുകൊണ്ട് നോമ്പിൻ്റെ നിയ്യത്താവണമെങ്കിൽ നിയ്യത്ത് ചെയ്യുന്നിടത്ത് റമദാനാവണം. അതായിട്ടില്ലല്ലോ. ഞാനിവിടുന്ന് രാവിലെ നാസ്താക്കിയിട്ടാണ് പോണത്. അവിടെ ഉച്ചക്കാണ് എത്തുന്നത്. അവിടെ റമദാനാണ്. അപ്പം നിയ്യത്ത് നാളെ ഞാൻ ഗൾഫിലാണ്. ഈ കാരണം അവിടെ നോമ്പാണ്. അതുകൊണ്ട് ഞാൻ നാളത്തെ നോമ്പ് കരുതിയിരുന്നു. അതേപോലെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീ അങ്ങനെ കരുതിയിട്ടുണ്ട്. പ്ലെയിനിൽ എന്നോട് മസാല ചോദിച്ചത്, ഞാൻ ഇങ്ങനെ പെരീന്നെ നോമ്പ് നിയ്യത്ത് ചെയ്തിരിക്കണം ഉസ്താദേ, എൻ്റെ നോമ്പ് ശരിയാവൂലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു റമദാനാവൂല. റമദാൻ നിങ്ങൾ ഇവിടെ നോമ്പ് മാസം 29 കണ്ടാൽ ഒരു നോമ്പ് കുറവുണ്ടാവും, അത് കിട്ടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ശവ്വാൽ മാസം പറക്കുന്നതിൻ്റെ മുമ്പ് ആരെങ്കിലും ഹജ്ജ് ഇഹ്റാം ചെയ്താൽ അത് ഉംറയായി നിർവഹിക്കപ്പെടണം. പക്ഷെ ഒഴിവാൻ പറ്റില്ല, ഉംറ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ്. അപ്പോൾ ഹജ്ജിൻ്റെ മാസം പറഞ്ഞു കഴിഞ്ഞു. ഹാജിമാരൊക്കെ ഹജ്ജിന് ഒരുങ്ങൽ തുടങ്ങി. വിസകളൊക്കെ അടിച്ച് കഴിഞ്ഞു എന്നാണ് പ്രാവശ്യം നേരത്തെ ഗ്രൂപ്പുകളും ഗവൺമെൻറ്റും ഒക്കെ. അല്ലാഹു തആല പോകുന്നവർക്കൊക്കെ മുടക്കില്ലാതെ പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. നമുക്കും പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അടൂര് മൂപ്പര് ഹജ്ജിന് പറഞ്ഞയച്ച എൻ്റെ വലിയൊരു ഗുരുനാഥുണ്ടായിരുന്നു. ഉപരൻ അയാൾക്ക് പറഞ്ഞാണ് 1994 ഞാൻ ആദ്യമായി മക്കത്തെത്തുന്നത്. എന്നെ ബഹ്റുലുലു ഓക്കെ ഉസ്താദ് ഹജ്ജിന് പറഞ്ഞയച്ചതാണ്. റമദാനിക്ക് പറഞ്ഞയച്ചു. ഉംറ അടിച്ചിട്ട് നിങ്ങൾ ഹജ്ജ് ചെയ്ത് പോന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 1994 ആദ്യമായി മക്കത്ത് പോകുന്നത്. അന്ന് മൂപ്പരും വന്നിട്ടുണ്ട്. എൻ്റെ ഈ ഗുരുനാഥനും അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ മാതിരി തന്നെ റമദാനിക്ക് ഉംറ അടിച്ച് വന്നു. ഹജ്ജ് ചെയ്ത് പോകാൻ വേണ്ടി വന്നു. അതിന് മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂപ്പര് ഹറമിൽ എൻ്റെ അടുത്ത് രാവിലെ വരും. സുബഹിൻ്റെ ശേഷം വന്ന് മസാലകൾ ചോദിച്ച് പഠിക്കും. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഫസ്റ്റിൽ ഏത് കൊല്ലാണ് ഹജ്ജ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഹജ്ജ് ചെയ്യണതും ഉംറ ചെയ്യണതും റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്നതും അങ്ങനെ മക്കയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ ചെയ്യുന്നത് ഉറക്കത്തിന് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ അന്ന് രാവിലെ ഞാൻ ഉണർന്നിട്ട് നേരത്തെ ഉണർന്ന് സുബഹിസ്കാരം കഴിഞ്ഞ് ഉടനെ ഞാൻ മടവൂർ CM മൂപ്പര അടുത്ത് പോയി. ഇപ്പോൾ ഈ വീട്ടിൽ മടവൂർ CM മൂപ്പര ഉറൂസാണ്. CM മൂപ്പര അടുത്ത് ചെന്നു. മൂപ്പര് കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. ഇത് 1977 ഈ സംഭവം നടക്കുന്നത്. 1977. അപ്പോൾ ഞാനവിടെ ചെന്ന് മൂപ്പരെ കണ്ടു. അതെല്ലാം പറഞ്ഞു. ഇങ്ങനെ കണ്ട സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സ്വപ്നങ്ങളൊക്കെ കണ്ടത് പറഞ്ഞു കൊടുത്തപ്പോൾ അടൂർ മൂപ്പര് ദ്വാരന്ന് കൊടുത്തു, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദ്വാരന്നു. അപ്പോൾ മൂപ്പര് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ദ്വാരന്ന് കണ്ട് വെച്ചില്ലാതെ പറ്റില്ല, എന്നെ ഹജ്ജിന് പറഞ്ഞയച്ചു തരണം, എൻ്റെയൊക്കെ പൈസയും പണമൊന്നുമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരെ ഫേസിൽ നിന്ന് ഒരു ഉറുപ്പിക, ഒരു പൊട്ടനുറുപ്പിക എടുത്തു. ഉറുപ്പ്യൻ്റെ പൊട്ടനെടുത്തിട്ട് കൊടുത്തു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാൻ 2 കൈയും വാങ്ങിയിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ പോയിരിക്കും, എനിക്ക് പോകാൻ കഴിയൂല, നിങ്ങൾ എന്നെ പറഞ്ഞയച്ചേക്കണം. അപ്പോൾ CM തിരിച്ചു ചോദിച്ചത്രേ, ഇപ്പം പോകുമോ എന്ന് ചോദിച്ചത്രേ. ഇപ്പോൾ പോകാൻ പറഞ്ഞപ്പോൾ പോകും. നമ്മളോടാണ് ചോദിച്ചത് എങ്കിൽ നമുക്കൊരു മറക്കിയിരിക്കാൻ കുട്ടികളൊക്കെ ഉണ്ടാവും. വേറെ പേര് പറഞ്ഞിട്ടുണ്ടാവില്ല, പലവർക്കും പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. ഇത് പോയ ആളും അതിന് പറ്റുന്ന ഒരാളാണ്. എന്നാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക,
ബോംബെയിലെത്തി അവിടെ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുക. നിങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ഫഹദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലിയും ഞാൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. സിയമ്മൻ്റെ മറുപടി. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എന്നാ ഉസ്താദ് വേർക്കി അസ്സലാമു അലൈക്കും. കൈയും പിടിച്ച് മുട്ടി മൂപ്പര് പറഞ്ഞു, ഞാൻ റോട്ടിലേക്കണ്ട് ഇറങ്ങിയിട്ട് മൂപ്പൻ്റെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തുമല്ല ഓട്ടുമല്ല അങ്ങനത്തെ ഒരു പോക്ക്. അങ്ങനൊരു പോക്കുണ്ടല്ലേ, നടത്തുമല്ല സ്ലോ റണ്ണിങ് ഓട്ടാണെങ്കിലും അങ്ങനെ ആ പോക്ക് ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ ചെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു. നേരെ ഇടിയങ്ങര ഷെയ്ഖിൻ്റെ അവിടെയുള്ളോ മൂപ്പൻ്റെ വീട്. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അധികം വഴിയില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് കടന്ന് റെയിൽവേ സ്റ്റേഷനിൽ കടന്നിട്ട് ഓടുകയാണ്. അപ്പോൾ ഒരാളിങ്ങനെ കൈയടിച്ചിട്ട് അത് കണ്ടു. അപ്പോൾ തിരിഞ്ഞു നിന്ന് നോക്കി. അപ്പോൾ ട്രെയിനിൻ്റെ TTR ആണ്. അല്ല ഉസ്താദ് കൊടുക്കും. അപ്പോൾ മൂപ്പരുടെ ശിഷ്യനാണ് TTR. ഞാൻ ബോംബെയിലേക്കാണ്. എന്നാൽ ട്രെയിനിൽ വന്നിട്ട് വേഗം കയറിക്കള്. ഞാൻ ടിക്കറ്റ് പിന്നെ എടുക്കാൻ നിങ്ങൾ കയറിക്കോളൂ. അങ്ങനെ TTR. കാരണം TTR മൂപ്പര് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ മൂപ്പര് ഈ ഓടുന്ന ആൾ കായിക ഗുരുക്കളാണ്, ഗുരുവാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. കായികാഭ്യാസിയും മഹാന്മാരോട് ഒട്ടിപ്പിടിച്ച് അഭ്യാസങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു വലിയ കഴിവുള്ള ആൾ. വലിയ റിയാദകളൊക്കെ വീടി വായുവിലൊക്കെ പൊന്തുകയും അവയിൽ ജനങ്ങൾ മധ്യത്തിൽ വെച്ച് കൺമറയുകയും കാണാതാവും. അതിനൊക്കെ റിയാദകളൊക്കെ വീടി പൂർത്തീകരിച്ചൊരു വലിയ വ്യക്തിത്വമാണ്. അങ്ങനെ മൂപ്പര് ഈ TTRൻ്റെ ഇത് മൂപ്പര് കയറ്റി നല്ല സീറ്റൊക്കെ കൊടുത്ത് റെഡിയാക്കി ബോംബെ വരെ രാജകീയ പദവിയിലാണ് ഞാൻ പോയത്. ഇത് പറയാം. ബോംബെ ചെന്ന് ഇറങ്ങി TTRനെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് മുസാഫർ ഖാനൊക്കെ വിട്ടു. അങ്ങനെ മൂപ്പര് മുസാഫർ ഖാനിൽ ചെന്നിരുന്നു. എന്നോട് പറഞ്ഞാണ്. അന്ന് കപ്പലിനാണ് ഹജ്ജിന് പോയത് 1977. ഇത് പ്ലെയിനല്ല. അവിടെ ചെന്നിരുന്നു. ഹജ്ജിമാരൊക്കെ വരാൻ തുടങ്ങി. ഹജ്ജിമാരൊക്കെ വരുന്നു പോണ്. ഒരിക്കൽ എല്ലാവരും അവിടെ പോയി കഴിഞ്ഞു. ഞാൻ മാത്രം ഒറ്റയ്ക്ക് ബാക്കി. അവരാളെന്നോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാനിങ്ങനെ ഹജ്ജിന് പോകാൻ വേണ്ടി വന്നത്. എന്നാൽ പാസ്പോർട്ടിൻ്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. പാസ്പോർട്ടോ? എൻ്റെ അടുത്ത് പാസ്പോർട്ടൊന്നുമില്ല. അപ്പോൾ പാസ്പോർട്ട് ഇല്ലാതെ എങ്ങനെ പോയാൽ? എന്നോട് മടവൂർ മൂപ്പര് മടവൂർ മൂപ്പര് പറഞ്ഞാഴ്ച എന്നാ പേരിയ. ആ ആളും മടവൂരിൻ്റെ ആളാണ്. ആളിപ്പോഴും അയാത്തിലുണ്ട്. ഞാൻ പിന്നെ 2008 മൂപ്പര് മക്കത്ത് നിന്ന് എന്നെ സൽക്കരിച്ചു. ആ ആള് 2004 ഈ പോയ ആൾ മരിച്ചു. അപ്പോഴത്തേക്കും 2008 ആ ആൾ എൻ്റെ മക്കത്ത് നിന്ന് സൽക്കരിച്ചു. അപ്പം എന്നോട് പറഞ്ഞതാണ് 77 മൂപ്പരിങ്ങനെ ബോംബെയിൽ വന്നിരിക്കുമ്പോൾ ഞാനാണ് കയറ്റി കൊടുത്തത്. അത് ഇയാൾ മൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നോട്. ഇയാളാണ് കയറ്റിയത് ഒരാളെന്നെ പറഞ്ഞു. അപ്പോൾ ഈ ആളെ കൊടുത്താൽ കിട്ടി. അങ്ങനെ ഞാൻ കയറ്റി കൊടുത്തു. മൂപ്പർ ചരക്ക് കപ്പലിൻ്റെ ഏജൻ്റാണ്. മൂപ്പർ സൗദി പാസ്പോർട്ടുള്ള ആളാണ്. ആ ആൾ സൗദി പാസ്പോർട്ടിൽ കുടുംബമൊക്കെ ഉണ്ട്, ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളാണ് അവിടെ. അപ്പോൾ മൂപ്പരവിടുത്തെ ഒട്ടനിൻ്റെ ഒരു പൗറുള്ള ആളാണ്. ചരക്ക് കപ്പലിൻ്റെ ഏജൻറ്റ്. ചരക്ക് കപ്പലിലാണ് മൂപ്പർ കൊണ്ടുപോയത്. അങ്ങനെ ചെന്ന് മൂപ്പർ ഏറാമൊക്കെ ചെയ്ത് മക്കത്തെത്തി മൂപ്പർ പറഞ്ഞു, ഞാൻ തവാഫ് ചെയ്തു. തവാഫ് ചെയ്ത് കഴിഞ്ഞ് മറ്റേ സഹി ചെയ്തു. ഉംറല്ലേ, ഉംറക്ക് ഇറാൻ ചെയ്തതാണ്. മുടി ഹല്ലുലായി. ഞാൻ കഅബ ഒന്ന് നല്ലതുപോലെ മുട്ടി മടക്കട്ടെ എന്ന് വിചാരിച്ച് തവാഫും സഹിയൊക്കെ കഴിഞ്ഞ് മുടി വെട്ടിയതിന് ശേഷം ഞാൻ കഅബത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ കഅബത്തിനെ പോലീസ് വലയം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോറ് കഅബത്തിൻ്റെ വാതിൽ അങ്ങനെ തുറന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹാലൊക്കെ മാറിപ്പോയി. ഇവരാരും മാറും, ഇത് പറ്റിയ ആളാണ് ഇവർ. എൻ്റെ ഹാലൊക്കെ മാറി. ഞാൻ പോലീസാന്നൊക്കെ മറന്ന് പോലീസിൻ്റെ പെരടി കൂടി എത്തി നോക്കിപ്പോയി കാണാം. അതിൽ പോലീസ് പായിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് പായനായിട്ട് കാട്ടിക്കൊണ്ട് പിന്നെ അങ്ങോട്ട് തന്നെ എന്തോ പിന്നെ പോലീസ് വായിപ്പിച്ചു. 3-ാം പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ പോലീസിൻ്റെ പിന്നാലെ കൂടി.
അങ്ങനെ മതാഫിൽ നിന്ന് സ്റ്റെപ്പ് കയറിനോട് ഞാൻ വീണു അറിയാം. അവിടെ ഇട്ട് പിടിച്ച് പോലീസിൻ്റെ പിടിച്ച് നിർമ്മിച്ചിന്നെ അവർ ഫഹദ് രാജാവ് കൈവം കാണാൻ പറഞ്ഞതാണ്. അപ്പോൾ ഫഹദ് രാജാവ് ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇയാൾ രണ്ടും പോണപ്പോൾ പോയിട്ട് ഫഹദ് രാജാവ് ഇങ്ങനെ ആക്കിയതല്ലേ കഴിയും. ഫഹദ് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവരും. അറബിയിൽ എന്തോ എന്നോട് സംസാരിച്ചിട്ട് അറബി അറിയില്ല. ഞാൻ കൈവത്തിൻ്റെ വാതിൽ അങ്ങനെ കാണിച്ചു. ഉടനെ തന്നെ ഫഹദ് രാജാവ് കൊന്നെന്നാണ് ചേച്ചി കളി. അത് അവർ സ്വപ്നത്തിലുണ്ടേനോ ആ കണ്ടത്. കൈബത്തിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചത് സ്വപ്നത്തിലുണ്ട്. അങ്ങനെ കയറി നിസ്കരിച്ചു. അവിടുന്ന് ഇറങ്ങി രാജാവ് അവിടെ നിർത്തി സ്വന്തം ബാഗിൽ നിന്ന് ലെറ്റർ ബോർഡ് എടുക്കാൻ പറഞ്ഞു. എഴുതി കൊടുത്തു മക്കത്ത് താമസിക്കാൻ. അവിടെ ഹറമിൻ്റെ മുറ്റത്തൊരു കൊട്ടാരമാണ്. അതിൻ്റെ സെക്യൂരിറ്റി പണി. അതാണ് ഫഹദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് ജോലിയും. അത് പറഞ്ഞതാണ്, അടവ് മൂപ്പര് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ഫഹദിൻ്റെ കൊട്ടാരത്തിൽ ജോലിയും ഞാൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കുത്തുബ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ